ബാഹ്യ ആഗോള പരിസ്ഥിതി സൃഷ്ടിച്ച ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കുമ്പോൾ തന്നെ വിവിധ മേഖലകളിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ 2026 ബജറ്റ് അവതരിപ്പിച്ചു. 2026 കേന്ദ്ര ബജറ്റ് ദരിദ്രവിരുദ്ധം എന്നും രാജ്യത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞത് എന്നും പ്രതിപക്ഷ പാർട്ടികൾ വിശേഷിപ്പിച്ചു. വൻകിട കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് തൊഴിലാളികൾക്കോ കർഷകർക്കോ തൊഴിലില്ലാത്തവർക്കോ ഒരു ആശ്വാസവും നൽകുന്നില്ലെന്ന് ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരായ തങ്ങളുടെ ഉയർന്ന പ്രൊഫൈൽ പുരുഷ T20 ലോകകപ്പ് ഗ്രൂപ്പ് ലീഗ് മത്സരം ബഹിഷ്കരിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 7 മുതൽ ആരംഭിക്കുന്ന ആഗോള ഇവന്റിലെ ബാക്കി മത്സരങ്ങളിൽ ദേശീയ ടീമിന്റെ പങ്കാളിത്തം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ നീക്കം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. 2017 മാർച്ചിൽ എപ്സ്റ്റീന് US നീതിന്യായ വകുപ്പ് പുറത്തിറക്കിയ സന്ദേശങ്ങളിൽ അമേരിക്കൻ ധനകാര്യ സ്ഥാപന ഉടമയും ലൈംഗിക കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീൻ, വ്യവസായി അനിൽ അംബാനിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും ഉപദേശകനുമായ ജാരഡ് കുഷ്നർ, റിപ്പബ്ലിക്കൻ തന്ത്രജ്ഞൻ സ്റ്റീവ് ബാനൺ എന്നിവരുമായി ബന്ധിപ്പിക്കണമെന്ന് ഡൽഹിയിലെ നേതൃത്വം ആഗ്രഹിച്ചിരുന്നുവെന്ന് മിസ്റ്റർ അംബാനി അവകാശപ്പെട്ടിരുന്നു.